തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ മുന്നേറ്റത്തിൽ സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റിട്ടും തൃശൂർ ജില്ലയിൽ വിഭാഗീയത തുടർക്കഥ. കോൺഗ്രസിന്റെ വിജയങ്ങളിൽ നടക്കുന്ന ആഹ്ലാദ പ്രകടനങ്ങളിൽ പോലും ഗ്രൂപ്പ് പ്രത്യക്ഷപ്പെടുന്നതിൽ മുതിർന്ന നേതാക്കളടക്കം അതൃപ്തിയിൽ. തൃശൂർ കോൺഗ്രസിൽ പുനഃസംഘടന വേണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്ത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ ഡിസിസിക്ക് കടുത്ത വീഴ്ചയുണ്ടായെന്നും പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ സംസ്ഥാനത്തുടനീളം ആഹ്ലാദ പ്രകടനങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും തൃശൂർ ജില്ലയിൽ പ്രധാന ചുമതലയുള്ള നേതാക്കൾ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ വിട്ടുനിന്നത് കടുത്ത അതൃപ്തിക്ക് ഇടയാക്കി. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതി പ്രവർത്തകർക്ക് അറിയിപ്പ് കൊടുത്ത ലഡുവും പായസവും കരുതിയവർ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ സന്തോഷം പ്രകടിപ്പിക്കാതെ മുങ്ങിയത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. സംസ്ഥാനത്ത് ആര് മുഖ്യമന്ത്രിയായാലും പക്ഷഭേദമില്ലാതെ രംഗത്തിറങ്ങേണ്ടവരല്ലേ ഇവരെന്നും പ്രവർത്തകർ ചോദിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ ഡിസിസിക്ക് കടുത്ത വീഴ്ചയുണ്ടായെന്നും പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ആദ്യഘട്ടത്തിലെ ആശയക്കുഴപ്പങ്ങൾ ഒഴിച്ചാൽ സ്ഥാനാർത്ഥി നിർണയം തർക്കമില്ലാതെ പൂർത്തിയായെങ്കിലും പ്രചാരണം അമ്പേപ്പാളി. പ്രമുഖ നേതാക്കളെയടക്കം ജില്ലയിൽ എത്തിക്കാൻ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. കെ സി വേണുഗോപാൽ ചില സ്ഥാനാർത്ഥികൾക്കു വേണ്ടി മാത്രമാണ് എത്തിയത്. ജില്ലാ നേതൃത്വത്തോടുള്ള അതൃപ്തി കാരണം വി ഡി സതീശൻ ജില്ലയിൽ എത്തിയതേയില്ല. ജില്ലാ നേതൃത്വം ക്ഷണിച്ചില്ലെന്ന പരിഭവവും പങ്കുവച്ചു. തൃശൂരും ചാലക്കുടിയും മാത്രമായിരുന്നു സതീശൻ വിജയിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. കൊടുങ്ങല്ലൂരടക്കം സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ടാണ് വിജയിച്ചത്. സംസ്ഥാന നേതാക്കളെ എത്തിച്ചിരുന്നെങ്കിൽ പുതുക്കാടും ഒല്ലൂരും അടക്കമുള്ള മണ്ഡലങ്ങളിൽ വിജയിക്കാൻ ആകുമായിരുന്നു എന്ന് സ്ഥാനാർത്ഥികൾ തന്നെ പരാതി പറഞ്ഞു. ചാണ്ടി ഉമ്മനും സച്ചിൻ പൈലറ്റുമടക്കം ഇവിടങ്ങളിൽ എത്തിയത് അതാത് മണ്ഡലങ്ങളുടെ ചുമതലയുണ്ടായിരുന്നവരുടെ മിടുക്കുകൊണ്ടാണ്. തൃശൂരിൽ രാജൻ ചെ പല്ലനു വേണ്ടി അടുത്ത സുഹൃത്തുക്കളായ രണ്ടാം നിര നേതാക്കൾ മാത്രമാണ് പ്രചാരണത്തിന് എത്തിയത്. തൃശൂരിൽ പ്രിയങ്കയെയും രാഹുലിനെയും എത്തിക്കാൻ ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ നീക്കം നടന്നെങ്കിലും ജില്ലാ നേതൃത്വം ഇടപെട്ട് വെട്ടിയെന്ന ഗുരുതരാരോപണവും ഒരു വിഭാഗം ഉന്നയിക്കുന്നു. രാഹുൽ ഗാന്ധി കുന്നംകുളത്ത് പ്രചാരണത്തിനെത്തിയപ്പോൾ മണ്ഡലം സമ്മേളനത്തിനുണ്ടാവാനുള്ള ആളുകൾ പോലും ഉണ്ടായില്ല. ഇടതിന്റെ ശക്തി കേന്ദ്രമായ പാലക്കാടടക്കം UDF നേട്ടമുണ്ടാക്കിയപ്പോഴും തൃശൂരിൽ കാര്യമായ വിജയം ഉണ്ടാകാതിരുന്നത് ജില്ലാ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നും DCC ഭാരവാഹികൾക്ക് ചുമതല വിഭജിച്ചു നൽകിയില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെയുണ്ടായ ഉലച്ചിലിനു ശേഷം പുതിയ നേതൃത്വം എത്തിയിട്ടും അടിത്തട്ടിൽ പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാർട്ടി തൃശൂരിൽ അസ്ഥികൂടം മാത്രമാണെന്നാണ് പ്രവർത്തകർ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ മാത്രമാണ് മിന്നും ജയം. അത് സ്ഥാനാർത്ഥികളുടെ ഗുണം കൊണ്ടാണെന്നും നിയോജക മണ്ഡലം തലത്തിൽ തൃശൂരും ചാലക്കുടിയും ഒഴിച്ചാൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നും പ്രവർത്തകർ വിമർശിക്കുന്നു. ജില്ലാ പഞ്ചായത്തിലേക്കും കാര്യമായ നേട്ടം ഉണ്ടായില്ല. ജില്ലയിലെ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം നടപടിയെടുക്കണമെന്ന ആവശ്യവും ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. മീഡിയ ടൈം, തൃശൂർ.